ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നമ്മുടെ മലയാള സിനിമയുടെ മുതുമുത്തച്ഛനാണ് നടൻ മധു എന്ന് പറയുന്നത്. ഒരു കാലത്ത് സൂപ്പർ നായകനായി തിളങ്ങി നിന്ന ഈ ഒരു താരം ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന നടന്മാരിലെ പ്രധാനിയാണ്. വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും സിനിമകളിലും അഭിനയിക്കുകയും പൊതുപരിപാടികളിൽ സജീവമായി പങ്കെടുക്കാറുമുണ്ട് ഇദ്ദേഹം. മാസങ്ങൾക്ക് മുൻപായിരുന്നു മധുവിന്റെ 91ാം ജന്മദിനം ആഘോഷിക്കുന്നത്. ഏറ്റവും പുതിയതായി നടി ദേവി ചന്ദന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധേയമാകുന്നത്. നടൻ മധുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് പോയി കണ്ടതിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോയുമായിട്ടാണ് ദേവി ചന്ദന എത്തിയിരിക്കുന്നത്. നടൻ മധുവിനെ മധുരം നൽകുകയും പൊന്നാട അണിയിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതുമൊക്കെ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദേവി ചന്ദന. എക്കാലത്തെയും ഏറ്റവും മികച്ച നിമിഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. ഇതിന് പ്രത്യേകിച്ച് ഒരു അടിക്കുറിപ്പിന്റെ ആവശ്യമില്ല. ദൂരദർശനിലെ എന്റെ ആദ്യ സീരിയലായിരുന്നു മരുഭൂമിയിലെ പൂക്കളം. അതിന്റെ ഓർമ്മകൾ ഇതിഹാസകമായ മധുസാറുമായി പങ്കിടുകയായിരുന്നു. പിന്നെ തന്റെ ഡാൻസ് അക്കാദമിയിൽ ആദ്യ അരങ്ങേറ്റം കുറിച്ച് എന്റെ കുട്ടികളെ അദ്ദേഹം അനുഗ്രഹിച്ചു. നിങ്ങൾ എന്താണോ അതിന് നന്ദി പറയാൻ കഴിയില്ല. സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഭാഗ്യമുണ്ടായി എന്നാണ് ദേവി ചന്ദന പങ്കുവച്ച ആ ഒരു വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷനും. അതേസമയം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളാണ് അതിലും ശ്രദ്ധേയമെന്ന് പറയാൻ. ഈ ഒരു പ്രായത്തിൽ മധുസാർ എന്തൊരു സുന്ദരനാണ് എന്നാണ് ഭൂരിഭാഗം കമന്റുകളും. എപ്പോഴും സുന്ദരനും ആയുരാരോഗ്യവാനുമായി ഇരിക്കട്ടെ എന്നുമായിരുന്നു ആരാധകർ മധുവിന് ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നതും. അതിനിടയിൽ തന്നെ നമ്മുടെ ദേവി ചന്ദനെ പരിഹസിക്കുന്ന ചില കമന്റുകളും വന്നിരുന്നു. നീ ആരാണെന്നും എത്ര സിനിമകളിൽ അഭിനയിച്ചു, അത് ഏതൊക്കെ പടങ്ങളാണ് എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണേ, എങ്കിലേ പുള്ളിക്ക് അത് മനസ്സിലാകൂ എന്നാണ് ഒരാൾ പരിഹാസ രൂപേണ ദേവി ചന്ദനയോട് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ തീർച്ചയായിട്ടും താൻ അത് പറയാമെന്നാണ് നടി മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ മുതിർന്ന അഭിനേതാവ് എന്ന നിലയിലാണ് നടൻ മധു അറിയപ്പെടുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തിന്റെ തുടക്കകാലം മുതൽ ഇന്നും സജീവമായിരിക്കുന്ന അപൂർവ താരങ്ങളിൽ ഒരാളും. നടൻ എന്നതിലുപരി നിർമ്മാതാവ്, സംവിധായകൻ, സ്റ്റുഡിയോ ഉടമ എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 1963 മുതൽ ഇതുവരെ 400-ലധികം സിനിമകളിലാണ് മധു അഭിനയിച്ചത്. 12 സിനിമകൾ സംവിധാനം ചെയ്യുകയും 15ഓളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. കലാരംഗത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ 2013 പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ സ്വന്തമാക്കിയ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് മധുസാർ. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി താരരാജാക്കന്മാരടക്കം മധുവിനെ കുറിച്ച് വാചാലരായി അടുത്തിടെ രംഗത്ത് വന്നിരുന്നു. മുൻപത്തേതുപോലെ തന്നെ സജീവമായി സിനിമകളിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും 2022 വരെ അദ്ദേഹം സജീവമായിരുന്നു. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളുടെയും ഭാഗമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്.